മണ്ഡലകാലം അവസാനിക്കുമ്പോൾ ശബരിമലയിൽ റെക്കോർഡ് വരുമാനം 332.77 കോടി രൂപയാണ് ഇന്നലെ വരെയുള്ള വരുമാനം. സുജു ടി ബാബു വിവരങ്ങൾ നൽകാനായി സന്നിധാനത്ത് നിന്നും ചേരുകയാണ്. സുജു, മണ്ഡലകാലം ആരംഭിച്ച ദിവസം മുതൽ തന്നെ വലിയ തിരക്കാണ് ഉണ്ടായത് ശബരിമലയിലേക്ക്. അതിതാ സിന്ധൂരി പറഞ്ഞതുപോലെ വരുമാനത്തിന്റെ കാര്യത്തിലും പ്രതിഫലിക്കുകയാണല്ലേ. അവസാന ദിവസത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് അവിടുത്തെ സാഹചര്യവും വിവരങ്ങളൊക്കെ? ആകെ വരുമാനം 332 കോടി രൂപയിൽ അധികമായിരിക്കുകയാണ്. ഇതെടുത്തു പറയേണ്ടത് ഇത് കഴിഞ്ഞ തവണത്തെ വരുമാനമായി താരതമ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ തവണ 41 ദിവസം, അതായത് മണ്ഡലകാലം മുഴുവൻ പരിശോധിക്കുമ്പോൾ 297 കോടി രൂപ മാത്രമായിരുന്നു വരുമാനം. അതായത് 40 ദിവസം പിന്നിട്ടപ്പോൾ തന്നെ കഴിഞ്ഞ വർഷത്തെ 41 ദിവസത്തെ വരുമാനത്തെക്കാൾ 35 കോടി രൂപയുടെ വർധനവുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ശബരിമലയിൽ ഇത്തവണ വലിയ വർധനവാണ് ലഭിച്ചിരിക്കുന്നത് ഈ വരുമാനാടിസ്ഥാനത്തിൽ. അത് ഈ പറഞ്ഞ കണക്കുകളെല്ലാം കാണിക്ക, അപ്പം, അരവണ, മുറിവാടക, കുത്തകലേലം എന്നെല്ലാം കൂട്ടിയാണ്. ഇനി കാണിക്കയെ മാത്രം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ 80 കോടി 25 ലക്ഷം രൂപയാണ് ലഭിച്ചെങ്കിൽ ഈ തവണ 83 കോടി 17 ലക്ഷം, അതായത് 3 കോടിയിലധികം രൂപ കാണിക്ക ഇനത്തിലും വലിയ വർധനവുണ്ടായി. ഇത് സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യ ദിവസങ്ങളിലെ ചില പരാതികൾ ഒഴിച്ചു കഴിഞ്ഞാൽ ശബരിമലയിൽ 41 ദിവസം പിന്നിട്ട ഇന്ന് വൈകിട്ട് നടയടയ്ക്കുമ്പോൾ ഒരു പരാതി രഹിത അല്ലെങ്കിൽ തീർത്ഥാടക സംതൃപ്തിയോടെ സുഖദർശനം നടത്തിയതിന്റെ ഒരു കാലഘട്ടം കൂടിയാണ് കഴിഞ്ഞു പോകുന്നത് എടുത്തു പറയേണ്ടതുണ്ട്. അതാണ് ഈ മണ്ഡലകാലത്ത് തീർത്ഥാടകർക്ക് അനുഭവപ്പെട്ടത്. ഇന്ന് നടയടച്ച ശേഷം ഡിസംബർ 30-നാണ് നട തുറക്കുക. മകരവിളക്ക് മഹോത്സവത്തിനായി ആ ഘട്ടത്തിലും എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ സർക്കാരും ദേവസ്വം വകുപ്പും ദേവസ്വം ബോർഡും എല്ലാം എടുത്തു കഴിഞ്ഞു. മന്ത്രിയുടെ വിവിയൻ വാസവന്റെ അധ്യക്ഷതയിൽ പമ്പയിൽ ഇതുമായി ബന്ധപ്പെട്ട അവലോകന യോഗം ചേരുകയും അതിനുള്ള തയ്യാറെടുപ്പുകൾ കൂടുതൽ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അസിത. ശരി, സുജു ടി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.